ബാംഗ്ലൂരിലെ നഴ്സിംഗ് തട്ടിപ്പിനായ പത്തനംതിട്ട സ്വദേശിനി ജീവനൊടുക്കി. എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ മലയാളിയായ 1ാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും ചാടിയായിരുന്നു ആത്മഹത്യ. ഡൽഹി IIT-യിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 2 മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ ആത്മഹത്യയാണത്. ഇതുപോലുള്ള ന്യൂസുകൾ ഇതിപ്പം ആരും ഈ വീഡിയോ തട്ടി മാറ്റിട്ടോ. ഇതിന് കാരണക്കാര് ആരാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് അല്ലേ? അതെ, ഇതിപ്പോ ഈ ന്യൂസ് മലയാളികളുടെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഒക്കെ ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പിന്റെ വീഡിയോസ് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇവരുടെ ആത്മഹത്യ ചെയ്യണം? ഈ പഠിക്കാൻ പോയ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് ഇവരുടെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? അതുപോലെ തന്നെ അത് എന്താണ്, എന്ത് തട്ടിപ്പാണ് ഇവർ കുടുങ്ങിപ്പോകുന്നത്? അതിന് ഒരു പക്ഷേ നമ്മളിത് അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഇതിന് ഒരു കാരണക്കാർ രക്ഷകർത്താക്കൾ കൂടിയാണ് കേട്ടോ. കാരണം തീരെ ഒരു ബോധമില്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊണ്ടുപോയി തള്ളിയിട്ടാണ് ഇതുപോലുള്ള കുട്ടികൾ ആത്മഹത്യയുള്ള കാരണം കേട്ടോ. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോവാണ്. മുഴുവനായിട്ട് വീഡിയോ കാണണം. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കേണ്ടത് കൂടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ അയാളെ നമുക്ക് ഇതിലേക്ക് വിളിക്കാം. അപ്പൊ എന്റെ കൂടെ ഉള്ളത് മനാഫ്കയാണ്. വയനാട് IT പ്രൊഫഷണൽ അക്കാദമിക് എക്സ്പേർട്ട് ആണ്, കൗൺസിലറാണ്. അപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് വീഡിയോയിൽ അവതരിപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും നല്ല രീതിയിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മനാഫ്കാക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ ദുബായിൽ വെച്ചിട്ട് ചെയ്യാനുള്ള കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് തോന്നി. കുറേ ന്യൂസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും കാണുന്നതാണ്. ബാംഗ്ലൂരിൽ പോയി പഠനത്തിന് പോയിട്ട് നഴ്സിംഗ് ആയാലും അല്ലെങ്കിൽ വല്ല ബിടെക് എടുക്കാനോ പല വിഭാഗം വിദ്യാഭ്യാസത്തിന് പോയിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെ ഇവർ ഈ ആത്മഹത്യ എത്രത്തോളം മാനസികമായിട്ട് ഇവർക്ക് എങ്ങനെ ഈ വിഷമം വരുന്നു എന്നുള്ളത് ചിന്തിച്ചൊരു വിഷയമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. കാരണം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മനാഫ്ക, ശരിക്കും എന്താണ് ഇപ്പൊ ഈ ഞാൻ കാണിച്ച ഈ പോസ്റ്ററിൽ 4 മാസം മുമ്പ് ആ വിദ്യാർത്ഥിനി മരണപ്പെട്ടു, നഴ്സിംഗ് വിദ്യാർത്ഥി? അതൊരു കേസ് മാത്രമാണ്. തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒക്കെ ഹയർ സ്റ്റഡീസിന് വരുന്ന കുട്ടികൾ അവിടുത്തെ പല പീഡനങ്ങൾ കാരണം പിന്നെ പറ്റിക്കപ്പെടുന്ന കാരണം ചതിക്കപ്പെടുന്നതാണ് മെയിൻ ആയിട്ട്. കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നാട്ടിൽ നിന്ന് പാരന്റ്സ് ഫീസൊക്കെ അടച്ചിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ വന്നിട്ട് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുക. അപ്പൊ വന്നതിന് ശേഷം ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അതും നല്ല 85%, 90%, 95% മാർക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടുമ്പോ തകർന്നു പോവാണ്. കാരണം അവരുടെ ബാക്കപ്പ് മുഴുവൻ നഷ്ടപ്പെടുകയാണ്. കടം മേടിച്ചിട്ട് ഒക്കെ ഫീസൊക്കെ കൊടുക്കുന്നവരായിരിക്കും. അപ്പൊ വന്ന് പറ്റിക്കപ്പെടുമ്പോ ആത്മഹത്യയാണ്. അതും ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചൂഷണങ്ങൾ, ഏറ്റവും വലിയ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ്. എങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖല ചൂഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു അഡ്മിഷൻ എടുക്കുന്നു, ഏതെങ്കിലും ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ അഡ്മിഷൻ എടുക്കുന്നു. ഇതിലെങ്ങനെ ചൂഷണം നടക്കുക? ഞാൻ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടൂലേ അല്ലേ? 2007 വയനാട് പോലുള്ള ഒരു കുടിയേറ്റ ജില്ലയിൽ നിന്ന് ഒരു ഹയർ സ്റ്റഡീസിന് ബാംഗ്ലൂർ പോയിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. എന്റെ ഡിഗ്രിക്ക് ശേഷം PG ചെയ്യാൻ പോയപ്പോ ഇതേപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല മെഡിക്കൽ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് പരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല മെഡിക്കൽ മേഖലയാണ്. അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് പുറത്ത് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏജന്റുമാരും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഏജന്റുമാരെയും നമ്മൾ പറയുന്നില്ല കേട്ടോ. നിർഭാഗ്യവശാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന 90% ആളുകളും സാമ്പത്തിക ലക്ഷ്യം വെച്ച് മാത്രം പണിയെടുക്കുന്നവരാണ്. എന്നാൽ 10% ആളുകളുണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് എത്തിക്സ് നിന്നുകൊണ്ട് ഒരു ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സാമ്പത്തിക ലാഭമാണ്, സാമ്പത്തിക തട്ടിപ്പിട്ടോ ലാഭമല്ല ബിസിനസിനും വേണം. 90% ആൾക്കാർ വഞ്ചിക്കപ്പെടുക, ഈ ആൾക്കാരെ പറ്റിച്ചിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മൂപ്പര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് പറഞ്ഞുതരാം. 3 കോളേജുകൾ എടുക്കാം. 3 കാറ്റഗറി കോളേജുകൾ പറയാം. ഏറ്റവും നല്ല കാറ്റഗറി A ക്ലാസ് കോളേജ് എന്ന് വിളിക്കാം. B ക്ലാസ്, C ക്ലാസ്. ഈ A ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരാളെയും ഇതിലേക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്ത് പരസ്യം ഒന്നും ചെയ്യാം. കാരണം അത് ഓൾറെഡി അവർക്ക് ഈ A ക്ലാസ് മികച്ച കോളേജുകളായിരിക്കും ആൾക്കാരെ അന്വേഷിച്ച് ചെല്ലുന്ന സാധനമാണ്. അതിന് ഡിമാൻഡ് കൂടുതലാണ്. അവിടെ ആൾക്കാരുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഏജൻസിനൊക്കെ വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നു. മൂന്നാമത്തെ ഒരിക്കലും അതിൽ ചേരാൻ പറ്റൂല, ഒരാളും കിട്ടൂല. പക്ഷെ ആ പൊട്ട കോളേജിലേക്ക് ഫുള്ള് പരസ്യം ചെയ്തിട്ടും ഏജൻസിനെ വെച്ചിട്ടും ആളുകളെ ഏജൻസിനെ വെക്കുന്ന മാത്രമല്ല, ഈ രണ്ടാമതൊരു മീഡിയം ക്ലാസ് കോളേജിൽ ഏജൻസിന് കൊടുക്കുന്ന സർവീസ് ചാർജ് വളരെ കുറവായിരിക്കും. A ക്ലാസ് കോളേജുകൾ സർവീസ് ചാർജ് കൊടുക്കില്ല. C ക്ലാസ് കോളേജുകളിൽ ഈ പൊട്ട കോളേജുകൾ വാരിക്കൊരു സർവീസ് ചാർജ് കൊടുത്തിട്ട് മാർക്കറ്റ് എത്രയൊക്കെ കൊടുക്കുന്നുണ്ടോ? അത് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഒരു അഡ്മിഷന് വേണ്ടി കൊടുക്കും. ഈ അഡ്മിഷൻ എത്ര ടോട്ടൽ വരുന്നത്?
ടോട്ടൽ വരുന്നത് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെയാണ്. മിനിമം പറഞ്ഞുതരാം. 5 ലക്ഷം രൂപ വരുന്ന ഒരു അഡ്മിഷന് ഈ 50,000 1 ലക്ഷം കമ്മീഷൻ കൊടുത്തിട്ട് ഏജൻസി ചെയ്യുന്ന ഈ സി ക്ലാസ് പൊട്ട കോളേജിലാണ്. അപ്പൊ നിലവിൽ ഈ ഏജൻസി ചെയ്യുക ഈ സി ക്ലാസ് ആയിട്ടുള്ളതിനാണ് ഏറ്റവും ഹൈ കോമൺ സെൻസ് ആണല്ലോ. അതായത് ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടല്ലാതെ അതിന്റെ അപ്പുറത്ത് സാമ്പത്തികമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് ഒരു എത്തിക്സും ഇല്ലാതെ വിചാരിക്കുന്ന ഒരു വ്യക്തി കോമൺ സെൻസ് ചോദിക്കുക. നിങ്ങളെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ, ഒരിക്കലും അങ്ങനെ ആളല്ല കേട്ടോ, പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഞാനൊരു അഡ്മിഷനായി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എ ക്ലാസ് കോളേജ് പരിചയപ്പെടുത്തി തരുമോ, ബി ക്ലാസ് കോളേജ് പരിചയപ്പെടുത്തി തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച സാമ്പത്തിക ലാഭം കിട്ടുന്ന സി ക്ലാസ് കോളേജ് ഏറ്റവും നല്ല കോളേജായിട്ട് പരിചയപ്പെടുത്തി തരുമോ? കോമൺ സെൻസ് ആണ്. സി ആയിട്ടാണ് സെലക്ട് ചെയ്യുക. കോമൺ സെൻസ്. ചുരുക്കം പറയുകയാണെങ്കിൽ അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് പറ്റിക്കപ്പെടുന്ന എന്താ വെച്ചാൽ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഈ രക്ഷകർത്താക്കള് ഈ ഏജൻസിനെ ബന്ധപ്പെടുന്നു. ഈ ഏജൻസി സി ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഈ ലോക്കൽ കോളേജിൽ ഇത്രയും കൂടുതൽ അഡ്മിഷൻ കമ്മീഷൻ കിട്ടുന്ന ഈ ഒരു കോളേജിൽ കൊണ്ടുപോയിട്ട് ചേർക്കുന്നു. ചേർത്തതിന് ശേഷം ഇവർക്ക് എന്താ കിട്ടും? ഏജൻസിനെ വിശ്വസിച്ചിട്ട് പൈസയും കൊടുക്കും, സർട്ടിഫിക്കറ്റ് ഒറിജിനൽസ് എല്ലാം കൊടുക്കും. നമ്മൾ കോളേജിൽ വന്ന് ക്ലാസ് തുടങ്ങുന്ന റിപ്പോർട്ടിംഗ് സമയത്താണ് നമ്മൾ അവിടെ കോളേജ് കാണുന്നതും കോളേജിൽ വരികയൊക്കെ ചെയ്യാം. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ബാംഗ്ലൂരിലെ ഏറ്റവും മോശം കോളേജിലാണ് നമ്മൾ വന്ന് പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ അതിന് അംഗീകാരം ഉണ്ടാവില്ല. കുറെ അഫിലിയേഷൻസ് ഒക്കെ വേണമല്ലോ. UGCന്റെയും യൂണിവേഴ്സിറ്റിന്റെ അഫിലിയേഷന് പുറമെ നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ INC KNC പോലുള്ളത്, പിന്നെ ഡിഗ്രിക്ക് ആണെങ്കിലും മറ്റ് അഫിലിയേഷൻ, ഇത്തരം അഫിലിയേഷൻസ് ഒന്നും ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഒരു സാധാരണ ഒരു ലോക്കൽ കോളേജ് ആയിരിക്കും. ഏറ്റവും മികച്ച കോളേജുകൾ കൊടുക്കേണ്ട അതേ ഫീസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ കടം മേടിച്ചിട്ട് ലോൺ എടുത്തിട്ടൊക്കെ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ തകർന്നു പോകണം. കാരണം ഒരുപാട് സ്വപ്നങ്ങളായിട്ടും ജീവിതം കയർപ്പിടിക്കാനും നല്ലൊരു കരിയർ ഉണ്ടാക്കാനൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തൊക്കെ പഠിക്കാൻ പോണേ. അങ്ങനെ പെട്ടുപോയി ഞാൻ ചതിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് അതുവരെ ഏജന്റുമാര് നമുക്ക് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ വിളിച്ചുകൊണ്ടേയിരിക്കും. സാർ എന്തായി അഡ്മിഷൻ ചെയ്യേണ്ട, അത് ചെയ്യേണ്ട. അഡ്മിഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യുന്നതോടുകൂടെ നമ്മളെ പോക്കറ്റിൽ ആ അഡ്മിഷൻ ക്ലോസ് ആകുന്നതോട് പിന്നെ ഈ ഏജന്റുമാരൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കൂല, റെസ്പോണ്ട് ചെയ്യൂല, അടച്ച പൈസ കോളേജിൽ എത്തിയിട്ടുണ്ടാവില്ല, ഏജന്റുമാരെ കയ്യിലായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാവുക, ഈ പൈസ ഒന്നും കോളേജിൽ എത്തിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ പെട്ടുപോവാണ്. അങ്ങനെയാണ് ഇത് മാനസികമായിട്ട് തിരിച്ചു വരാൻ വയ്യാത്ത അവസ്ഥയിലാണ് ആത്മഹത്യ. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല 2007 ഇതേ ഒരു അവസ്ഥയിൽ 2007 വയനാട് പോലുള്ള 50,000 രൂപ എന്റെ നഷ്ടപ്പെട്ടതാണ്. ഞാൻ പോയി പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ 50,000 പോയാലും കുഴപ്പമില്ല പറഞ്ഞ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് നല്ലൊരു കോളേജിൽ പഠിച്ച് നല്ല രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പൊ അന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ബിസിനസിന്റെ അപ്പുറത്ത് നമുക്ക് ഇതിലൊരു എത്തിക്സ് ഉണ്ടല്ലോ. അതായത് ഇവിടുത്തെ മികച്ച കോളേജുകൾ പറഞ്ഞു കൊടുക്കുക, മികച്ച കോളേജുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക, അവിടെ അഡ്മിഷൻ വേണമെങ്കിൽ ആ അഡ്മിഷൻ എടുക്കാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. ഇപ്പൊ നമ്മളെ വീഡിയോയിൽ ഇപ്പം ട്രാവോ ബൈ മനാഫ് എന്ന് നമ്മളൊരു ചാനലിലൂടെ ഇത് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരാളുടെ ഒരു മീഡിയേറ്റർ ഒരു ആവശ്യം അവിടെ ഇല്ല. ഈവൻ എന്റെ ആവശ്യം പോലും അവിടെ ഇല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ. നമ്മൾ പലപ്പോഴും പോയിട്ട് ഈ ഇത്തരം ഏജന്റുമാരിൽ പെടുന്നത് ഭാഷ അറിയില്ല, മറ്റൊരു സ്ഥലമാണെന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷെ അതിന്റെ ഒന്നും പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും മികച്ച കോളേജുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത്ര മികച്ച കോളേജുകളിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു. അത് എന്നെ വിളിക്കുന്നവർക്ക് നമ്മൾ A to Z അഡ്മിഷൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പം പലരും വിചാരിക്കുന്നത് എന്റെ ഒരു ബിസിനസ് ആണ്. അതിന്റെ അപ്പുറത്ത് ഞാൻ പറയാം എന്റെ പോലും ആവശ്യമില്ല. അത്തരം കോളേജുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കോളേജുകൾ എന്റെ പോലും മാന്യമായിട്ടൊരു സർവീസ് ചാർജ് വാങ്ങാം. നമുക്ക് തട്ടിപ്പ് നടത്താൻ പാടില്ല. അത് മാത്രമല്ല ഒരു ഏജൻസും കുട്ടികളുടെ അടുത്ത് സർവീസ് ചാർജ് മേടിക്കുന്നില്ല. ഏജൻസിന് സർവീസ് ചാർജ് കിട്ടുന്നത് മുഴുവൻ കോളേജിൽ നിന്നാണ്. അപ്പം നമുക്ക് ഈ 5,000 10,000 രൂപ കിട്ടുന്നതിനും 50,000 1 ലക്ഷം കിട്ടണം ആർത്തി കാരണം ഇത്തരം പൊട്ടൻ കോളേജുകളിൽ ചെയ്യാണ്. നമുക്ക് ചെയ്യുന്ന വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മാന്യമായ സർവീസ് ചാർജ് കോളേജുകാർ തരുന്നുണ്ട്, കുട്ടികൾ തരേണ്ടതില്ല. ആ കിട്ടുന്നത് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടും 10 ഇരട്ടി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ലോക്കൽ കോളേജുകൾ കൊണ്ടുപോയി ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ അവിടെ ഇത്ര മികച്ച കോളേജുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു രീതിയിലും ഫിനാൻഷ്യൽ ഇടപാടുകൾ നമ്മൾ നടത്തുന്നില്ല. കുട്ടികളുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്നും കോളേജിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്നു. എല്ലാം ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ട് മികച്ച കോളേജ്. ഇനി ഏതെങ്കിലും പൊട്ട കോളേജുകൾ ആരെങ്കിലും പറഞ്ഞു ചോദിക്കുമ്പോൾ അത്തരം കോളേജുകളുടെ നെഗറ്റീവ് എന്താണ്, അവിടെ ചെയ്യേണ്ടതില്ല എന്നുള്ള യൂട്യൂബിൽ പറഞ്ഞ കുറെ ഭീഷണിയുള്ള ആളുകൂടിയാണ്. അപ്പൊ ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരെ വിളിക്കാം. ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ ഒരു അഡ്മിഷൻ ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ വേറെ പുറത്തുണ്ടോ? ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ഒക്കെ കേരളത്തിന് പുറത്ത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കളോടെ പറയട്ടോ. കുട്ടികൾ പലരും പല താല്പര്യത്തിലും ചിലപ്പോൾ വേണമെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ബാംഗ്ലൂർ ഒന്ന് കറങ്ങാം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് ജീവിക്കാന്നുള്ള ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും. അത് കുട്ടികൾ തന്നെ ഏജൻസികളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ ട്രസ്റ്റിന് വേണ്ടി അങ്ങനെ അവരെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നവര് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഏജന്റുമാരുടെ കണ്ണികളായിട്ട്. അപ്പൊ അതിൽ നിങ്ങൾ പെടാതിരിക്കാൻ മനാഫ്കാർ വിളിച്ചോളി. ഈ സർവീസ് ചാർജും കാര്യങ്ങളും കൊടുക്കേണ്ട. നിലവിൽ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ മൂപ്പർക്ക് ഒരു അഡ്മിഷന് ചെറിയൊരു കമ്മീഷൻ നല്ല കോളേജുകളിലൊക്കെ മാന്യമായിട്ടുള്ള ഒരു സർവീസ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾക്ക്
കൊള്ള ലാഭം കിട്ടണം എന്ന് വെച്ചിട്ട് മോശം കോളേജുകൾ ചെയ്യരുതെന്നേ ഉള്ളൂ. അതാണ്. അപ്പൊ നമുക്ക് നല്ലത് സർവീസ് എന്താണ് ചാർജും തരാതെ എന്നുള്ളത് തന്നെ മികച്ച കോളേജുകൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അത്തരം കോളേജുകൾ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ചെയ്യാനുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. അത് നിങ്ങൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. കാരണം ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ചെയ്തു എന്നുള്ളൂ. നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചാനൽ ഇതാണ് ടാവോ ബൈ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് കിട്ടുന്ന കേട്ടോ. അതിൽ പല വീഡിയോസും ചെയ്തതിന്റെ പേരിൽ ഭീഷണി വരുന്ന ഒരാളാണ്. അത് മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടതുകൂടിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി ഒരു ആത്മഹത്യയോ ഒരു കുട്ടികൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങളോ അല്ലാതിരിക്കട്ടെ. ഇനി ഉണ്ടാകാനുള്ള ഒരു വകുപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. കാരണം നമ്മുടെ കുറെ പൈസ ഉണ്ടാവും. നമ്മളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നല്ല ട്രസ്റ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കും. അതോടുകൂടി ഇവരുടെ ജീവിതം പിന്നീട് എങ്ങനെ തിരിച്ചു വരും എന്നുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രതീക്ഷയിൽ അയച്ചിട്ടുള്ള ഈ ഒരു മക്കള് അവർ മാനസികമായിട്ട് തളർന്നതിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിലേക്ക് നമ്മൾ തന്നെ നമ്മളുടെ ഒരു അന്വേഷണത്തെ, ഒരു എൻക്വയറിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ നോക്കാതെ, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാതെ ഇവരെ കൊണ്ടുപോയി ട്രാപ്പിൽ പെടുത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇനി ഈ ഒരു സമയമാണ്. ഒറ്റുമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശേഷം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. എന്തായാലും താങ്ക്സ് നമ്മളൊരു വീഡിയോയിൽ വന്നതിന് കേട്ടോ. താങ്ക് യു.